നമസ്കാരം, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. കാണാൻ നല്ല ഭംഗിയുള്ള കിളിക്കൂടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ കിളിക്കൂട് മുട്ടയല്ലെങ്കിൽ ചിക്കനൊക്കെ വെച്ചിട്ട് എരിവുള്ള കിളിക്കൂടാണ് ചെയ്യാറ്. ഇത് പക്ഷേ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഏത്തപ്പഴവും അതുപോലെ തന്നെ ഉള്ളിൽ അവലിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല മധുരമുള്ള കിളിക്കൂടാണ്. അപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്കിതിന് പ്രധാനമായിട്ട് വേണ്ടത് ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം എടുക്കുമ്പോൾ ഒത്തിരി പഴുത്ത ഉടഞ്ഞ പഴമൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ എടുക്കുന്ന പോലെ അധികം പഴുക്കാത്ത പഴം വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഞാനിതുപോലെ മുറിച്ച് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴം നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിനുള്ളിൽ വെക്കാനുള്ള കുറച്ച് ഫില്ലിംഗ് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഫില്ലിങ്ങിൽ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ശർക്കര ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ചെറിയ പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത്രയും ശർക്കര നമുക്ക് വേണ്ട, ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ശർക്കര പാനിയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിൽ തന്നെ നമ്മുടെ ഈ ഫില്ലിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കശുവണ്ടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. കശുവണ്ടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫില്ലിങ്ങിനൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് വറുത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വറുത്തെടുക്കുക നെയ്യിൽ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങയും ചെറുതായിട്ടൊന്ന് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ആ നെയ്യിലിട്ടിട്ട്. അപ്പോൾ തേങ്ങയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അവലാണ്. ഞാനിവിടെ 1/2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെള്ളവലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ബ്രൗൺ കളർ അവലെടുത്താലും കുഴപ്പമില്ല, അതും നല്ലതാണ്. അപ്പോൾ അവൽ ചേർത്തിട്ട് അതും ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അവലും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ആ നെയ്യിലൊന്ന് വറുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ശർക്കരപ്പാനി അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള പാനിയാണ്. അപ്പോൾ ഞാനിതൊരു 1/4 ഭാഗമാണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ശർക്കരപ്പാനിക്ക് പകരമായിട്ട് വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ആണെങ്കിലും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ശർക്കര നീരൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കി നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു പാനിയിൽ തന്നെ നമ്മുടെ അവലും അതുപോലെ തേങ്ങയൊക്കെ അത്യാവശ്യം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന്. അതോടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അവലും തേങ്ങയും അതുപോലെ ആ നട്ട്സും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ പഴമൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ പഴം നമ്മൾ ചൂടോടുകൂടി തന്നെ അധികം ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഉന്നക്കായൊക്കെ റെഡിയാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ പുറമേ ഉള്ള ആ ഒരു ചെറിയ നാര് പോലെ ഉണ്ടാവുമല്ലോ, അത് ഞാൻ കളയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ കറുത്ത പൂവും എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഈ പഴം നമ്മൾ ചൂടോടുകൂടി തന്നെ ഇതെല്ലാം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി അങ്ങ് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ പഴം ഒത്തിരി ഹാർഡായി പോവും. പിന്നെ നമുക്ക് വിചാരിച്ച പോലെ അത് കുഴച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് പഴത്തിന്. ഞാൻ ആദ്യം ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇത് സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫോർക്ക് വെച്ചൊന്ന് നന്നായി ഉടച്ചതിന് ശേഷം കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ ഒട്ടും കട്ടയില്ലാണ്ട് ഈ പഴത്തിൻ്റെ മിക്സ് നന്നായി കുഴച്ചെടുത്താൽ മാത്രമേ നമ്മുടെ നമുക്ക് കറക്റ്റ് ആ ഷേപ്പിലൊക്കെ ചെയ്തിട്ടെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചൂടോടുകൂടിയിട്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി തണുത്ത് പോകരുത്. ഇപ്പോൾ പഴം ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫില്ലിങ് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചെയ്തിട്ടെടുക്കാം.
ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഒത്തിരി വലുപ്പത്തിലുള്ള ബോൾ വേണ്ട, ചെറിയൊരു വലുപ്പത്തിലുള്ളത് മതി. കാരണം നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് കൂടെ വെക്കാനുള്ളതാണ്. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ഏതാണ്ട് ഒരു കൊഴുക്കട്ടയൊക്കെ ചെയ്യുന്ന പോലെയാണ്. ചെറുതായിട്ട് നടുക്കൊരു ഹോള് വരുന്ന രീതിയിൽ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാ ഭാഗത്തുനിന്നും നടുക്കോട്ടായിട്ട് ഇതുപോലെ കവർ ചെയ്യുക. നടുക്കോട്ടായിട്ട് കവർ ചെയ്തതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ കിളിക്കൂടാണല്ലോ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങ് റൗണ്ട് ആക്കിയിട്ട് എടുക്കണ്ട. ഞാൻ നടുക്കോട്ടായിട്ട് മടക്കിയ ശേഷം ഉള്ളിലൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു കുഴിവ് പോലെ കൊടുക്കുന്നുണ്ട്. ആ ഒരു കിളിക്കൂടിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഉള്ളിൽ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചെറുതായിട്ട് നടുക്കത്തെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലേ ആ ഒരു കിളിക്കൂടിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് അടുത്തതും ചെയ്തിട്ടെടുക്കാം. ആദ്യം ചെറുതായിട്ട് നടുക്ക് ഇത്തിരി ആ ഫില്ലിംഗ് വെക്കാനുള്ളൊരു സ്ഥലം കൊടുക്കുക. എന്നിട്ട് ഫില്ലിംഗ് വെച്ച ശേഷം എല്ലാ ഭാഗത്തുനിന്നും നടുക്കോട്ടായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഴം നമ്മൾ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്കിതുപോലെ ഷേപ്പാക്കി എടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. ഇനി ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നടുക്ക് ഇത്തിരി ഒരു കുഴിവുണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് മുക്കിയൊന്ന് നമുക്ക് സേമിയയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കണം. ഞാനതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് കട്ടിയില്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ പിന്നെ സേമിയയിൽ കവർ ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. സേമിയ അല്ലെങ്കിൽ വെർമസിലി എടുക്കാം. ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, ഒത്തിരി നീളമില്ലാത്ത രീതിയിൽ. ഇനി നമുക്ക് ഓരോന്നായിട്ട് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോന്നും ഈ ഒരു ബാറ്ററിൽ മുക്കിയ ശേഷമാണ് നമ്മൾ സേമിയയിൽ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്റർ നമ്മൾ അതിനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ മൈദയോ ഏത് വെച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഈ ഗോതമ്പ് പൊടിയുടെ ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ടെടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇത് മുങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ സേമിയ വെച്ചിട്ട് കവർ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും അത് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ കൈ വെച്ച് അത് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. നമുക്ക് കിളിക്കൂടിൻ്റെ ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗോതമ്പ് പൊടിയുടെ മിക്സിന് പകരം മുട്ട വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ വെജായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുട്ടയൊന്നും ചേർക്കാഞ്ഞത്. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ എണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പാത്രത്തിൽ ഒരുമിച്ച് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ഓരോന്നായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്യണം. പക്ഷേ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഒത്തിരി തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഈ പറഞ്ഞ പോലെ സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് കളർ അങ്ങ് മാറിപ്പോവും. പക്ഷേ ഉള്ളിൽ അത്ര ശരിയായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ദാ 2 സൈഡും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ ഈ ഒരു കളറാകുമ്പോഴാണ് നമ്മളിത് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കിളിക്കൂട്. അപ്പോൾ ഞാനിവിടെ എല്ലാം ദാ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റ് ആ ഒരു കിളിക്കൂടിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ട്. നമുക്ക് നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. അതുപോലെ പുറമേ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫില്ലിങ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള ഫില്ലിങ് ഇതിൻ്റെ നടുക്കോട്ട് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഭംഗിയാണ് നമ്മുടെ കിളിക്കൂട് സെർവ് ചെയ്യുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടമാവും. പിന്നെ നല്ല ക്രിസ്പിയുമാണ് പുറമേ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നല്ല മധുരമുള്ള ഈത്തപ്പഴവും അവലും കൂടെ വെച്ചിട്ടുള്ള കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അത്ര എളുപ്പമാണെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇടയ്ക്കെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായിട്ട്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.